സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതം തന്നെയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ്റെത്. പരുക്കൻ, കർക്കശക്കാരൻ എന്നീ വിശേഷണങ്ങൾ ചാർത്തി കിട്ടിയിട്ടുണ്ടെങ്കിലും ജനമനസ്സുകൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. ഇന്നും ഓരോ ആളുകളുടെയും മനസ്സിൽ വി.എസിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ മായാതെ കിടക്കുകയാണ്. രാഷ്ട്രീയത്തിലെ കർക്കശക്കാരനായിരുന്ന അദ്ദേഹത്തിന് ജീവിതത്തിലും ചില ചിട്ടകളുണ്ടായിരുന്നു. കാച്ചി കുറുക്കിയെടുത്ത ജീവിതശൈലി തന്നെയായിരുന്നു അദ്ദേഹം തുടർന്നു പോന്നിട്ടുണ്ടായിരുന്നത്. തല നരയ്ക്കുവതല്ലൻ വൃദ്ധത്വം എന്ന് പറയാനുള്ള കരുത്തും അദ്ദേഹത്തിന് നൽകിയത് ആ ജീവിത ശൈലികൾ തന്നെയായിരിക്കും. ചിട്ടകളെല്ലാം ഭക്ഷണത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 5:30-ക്കായിരുന്നു അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. കട്ടനോ കാപ്പിയോ ചായയോ ഒന്നും അദ്ദേഹം കുടിച്ചിട്ടില്ല. ചൂടുള്ള ചുക്കുവെള്ളം അത് തന്നെയാണ് അദ്ദേഹം കുടിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തു കൂടിയുള്ള നടത്തത്തിന് ശേഷം പത്രവായന, പിന്നീട് പതിവായി ചെയ്തിരുന്ന വ്യായാമങ്ങൾ. വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള ഭക്ഷണമായിരുന്നു വി.എസ്. കഴിച്ചിട്ടുണ്ടായിരുന്നത്. രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നതിനാൽ ഉപ്പും അച്ചാറും ഒക്കെ പണ്ടേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. 2 ഇഡലി അല്ലെങ്കിൽ ദോശ, പഴം ഇതായിരുന്നു പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് ഒരു തവി ചോറ്, തോരൻ, കാച്ചിയ മോര്, ഇഷ്ടപ്പെട്ട ചീരക്കറിയോ ഇലക്കറിയോ, വൈകിട്ട് ജ്യൂസോ പഴങ്ങളോ. രാത്രിയിൽ ഭക്ഷണം ഒന്നും തന്നെ കഴിക്കില്ല. ഞവര അരി കൊണ്ടുള്ള കഞ്ഞി, വണ്ണം കുറഞ്ഞ ഏത്തപ്പഴം, ഇടയ്ക്ക് കരിക്കിൻ വെള്ളം, ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടതും. പിറന്നാൾ ദിനങ്ങളിൽ മധുരവും വി.എസ്. ആവോളം കഴിക്കുമായിരുന്നു. കുട്ടനാടൻ ഭക്ഷണം വി.എസിന് ഏറെ ഇഷ്ടമായിരുന്നു. കുട്ടനാടിലെത്തിയാൽ ഭക്ഷണം കഴിച്ചിരുന്നത് മങ്കൊമ്പിലെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നായിരുന്നു. അവിടെ EP വർഗീസാണ് വി.എസിനായി ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. മീൻ പ്രിയനായിരുന്നു വി.എസ്. എന്ന് വർഗീസ് എപ്പോഴും ഓർത്ത് പറയുമായിരുന്നു. വരാലും കരിമീനുമായിരുന്നു ഏറെ ഇഷ്ടം. ഉപ്പും എരിവും പുളിയും വെളിച്ചെണ്ണയും ഒഴിവാക്കി തേങ്ങാപ്പാലിലാണ് ആ കറി തയ്യാറാക്കിയിരുന്നത്. ഓരോ തവണ വന്നു പോകുമ്പോഴും അടുത്ത പ്രാവശ്യത്തെ ഭക്ഷണം എന്ത് വേണമെന്ന് പറഞ്ഞിട്ടേ അദ്ദേഹം പോകുമായിരുന്നുള്ളൂ. 1 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ആ സമര ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ വി.എസ്. എന്ന വിപ്ലവ നക്ഷത്രത്തെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത് പതിനായിരങ്ങളാണ്. മകന്റെ വസതിയായ ബാർട്ടൺ ഹില്ലിലെ വീട്ടിൽ വി.എസിനെ കാണാൻ എത്തുന്നവർ തൊണ്ട പൊട്ടുമാറ് മുദ്രാവാക്യം മുഴക്കുകയാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും തൊണ്ടയിടറാതെ തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പ്രിയ സഖാക്കൾ മറന്നില്ല. 10 വയസ്സുകാരനായ കുട്ടി മുതൽ 80 വയസ്സ് വരെയുള്ളവർ അവരെ അക്ഷീണനായ ആ പോരാളിയെ ഒരുപോലെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ഇന്ന് രാവിലെ 9 മണി മുതൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ദേശീയപാതയിലൂടെ കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. ഇതിനിടയിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനം. ഇന്ന് രാത്രി 9-ഓടെ പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തും. നാളെ രാവിലെ 9 മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, 10 മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം. ഉച്ചകഴിഞ്ഞ് 3-ന് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. രാത്രി വൈകിയും AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രിയ നേതാവിനെ കാണാനെത്തിയ ജനക്കൂട്ടം വീട് വരെയും അനുഗമിച്ചു. പ്രായഭേദമേനെ നിരവധി പേരാണ് വി.എസിനെ AKG സെന്ററിൽ നിന്ന് വീട് വരെ അനുഗമിച്ചത്. വി.എസിനെ കാണാനായി വീടിന് ചുറ്റും ജനം തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കളും വി.എസിന്റെ വസതിയിലുണ്ടായിരുന്നു. കാലങ്ങളായി താമസിച്ചിരുന്ന വീട്ടിലേക്ക് വി.എസിനെ അവസാനമായി എത്തിച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. വി.എസിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. വി.എസിനെ അവസാനമായി കാണാൻ വിവിധ ജില്ലകളിൽ നിന്ന് ജനപ്രവാഹമാണ് ഉണ്ടാകുന്നത്.